الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم آمين. സഹോദരങ്ങളെ, ചെറിയ സൂറത്തുകളുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സൂറത്തുൽ ആദിയാത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിയയും കഴിഞ്ഞ ദർസിൽ നമ്മൾ കഴിഞ്ഞ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു തകാസുറാണ്. അത്തകാസുർ. ആദ്യമായി നമുക്കത് പാരായണം ചെയ്തിട്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر ألهاكم التكاثر. ഇവിടെ ശ്രദ്ധിക്കാം, അൽഹാക്കും എന്നുള്ളതൊരു വാക്ക് തന്നെയാണ്. നമ്മൾ സാധാരണ അറബിയിൽ നമുക്കറിയാം അൽ ഖലം എന്നെല്ലാം പറയുന്ന പോലെ രണ്ട് വാക്കല്ല, അൽ ഇസ്ലാമും അതുപോലെ തന്നെ ഖലം എന്നതുപോലെ രണ്ടല്ല. ഇത് അൽഹാഖ് എന്നുള്ളൊരു ഫിഅലാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കാം. അൽഹാകുമുത് തകാസുർ. നമ്മൾ ഖുർആന്റെ പഠനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഖുർആനിൽ സാന്ദർഭികമായിട്ട് പറയാം, ഖുർആനിലെ ചില പഠനങ്ങളുണ്ട് നമുക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല പഠിക്കാനും നല്ല രസമാണ്. ചില പാരായണത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില രൂപത്തിലുള്ള പഠനങ്ങളുണ്ട്. ഇത് ഉദാഹരണത്തിന് ഇൽമുൽ ഖിറാഅയിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചില വാക്കുകൾ ചില രൂപത്തിൽ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ചില രൂപത്തിൽ അർത്ഥ വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ് അൽ ഹാക്കും, ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. അൽ ഇസ്ലാമിയും വേറെതാണ് ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ രണ്ട് സ്ത്രീകൾക്ക് വെള്ളം കുടിക്കുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കൊടുക്കുന്ന ആ ഒരു കഥയിൽ അതിൽ പറയുന്നുണ്ട് ഫസഖാലഹുമ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വെള്ളം കൊടുത്തു എന്നാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കൊടുത്തു എന്നതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരാള് ഫസഖാലഹുമ എന്ന് ഓതിയാൽ ഫസഖാലഹുമ എന്നാണ് ആയത്ത്. അപ്പോൾ ഫസഖാലഹുമ എന്ന് പറഞ്ഞാൽ ഫസഖ എന്ന് പറഞ്ഞാൽ രണ്ടാളുകളും തെമ്മാടിയായി എന്ന രൂപത്തിലായിരിക്കും അർത്ഥം വരാം. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്. വാക്കിൽ ചെറിയ നമ്മൾ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ ഖദറുണ്ട്. ചില അക്ഷരങ്ങൾ ഇപ്പോൾ കുറച്ചായിരിക്കും, രണ്ടക്ഷരം ഫ എന്ന രൂപത്തിൽ തന്നെ ഉച്ചരിക്കണം. ചിലപ്പോൾ ഒരേ വാക്ക് തന്നെ ആണെങ്കിൽ രണ്ടും കൂട്ടി കുറച്ചും കൂടി കൂട്ടിയിട്ടായിരിക്കും അതാ. എന്നാൽ രണ്ട് വ്യത്യസ്ത വാക്കാണെങ്കിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഖുർആൻ നല്ലോണം കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഖുർആൻ നല്ലോണം കേൾക്കുന്നൊരു ശീലം വേണം. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റുകളൊക്കെ ഇല്ലാതാവും. ഇങ്ങനെയാണ് ഒരു ഇമാം പാരായണം ചെയ്യുന്നത്. അല്ലാഹു ബാരിക്. ഇവിടുത്തെ ഈ മസ്ജിദിൽ ഇമാം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് വറക്ക നല്ല ഓത്താണ്, നല്ല തജ്വീദും ഒക്കെ ഉള്ളത്. അദ്ദേഹം ജസാഹുല്ലാഹു ഖൈർ. അദ്ദേഹത്തിന് നിന്ന് സാധിക്കുന്ന ആളുകൾ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ അദ്ദേഹം ഉള്ളിടത്തോളം കാലം. ബാറക്കല്ലാഹു ഫീഹ്. നഅം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അതെ, ഇവിടെ മഖാബിർ എന്നല്ല മഖാബിർ. എന്തുകൊണ്ടാണ് രാ എന്നുള്ള ശബ്ദം വരാനുള്ള കാരണം? അതെ, തർക്കീക്കാണ്. കാരണം സുക്കൂനായ റ അവിടെ നിർത്തുമ്പോൾ സുക്കൂനായ റ ആണ്. അതിന് മുമ്പ് കെസ്ർ വന്നു. നമ്മൾ പറഞ്ഞ പോലെ ഫിർഔൻ അല്ലെങ്കിൽ ഷിർക്ക് എന്നെല്ലാം പറയുന്ന പോലെ. ഷിർക്കല്ല, മലയാളത്തിൽ നമ്മൾ ഷിർക്ക് എന്ന് പറയും, പക്ഷെ അറബിയിൽ നിന്നാണ് ഷിർക്കാണ്. ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ
ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم أحسنتم. ഇതാണ് സൂറത്തു അത്തകാസുർ. എന്താണ് സൂറത്തു തക്കാസുർ? തക്കാസുർ എന്ന് പറഞ്ഞാൽ പരസ്പരം പെരുമ നടിക്കുക, പൊങ്ങച്ചെന്ന് നടിക്കുക. കെസ്റത്ത് എന്ന് പറഞ്ഞതാണ് ധാരാളം. അതെ, എനിക്ക് ധാരാളമുണ്ട്, എന്നെക്കാളും ഉണ്ട് എന്ന രൂപത്തിൽ പെരുമ നടിക്കുക, പൊങ്ങച്ചെന്ന് നടിക്കുക എന്നതാണ് ഈ സൂറത്തിന്റെ അർത്ഥം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. അൽഹാകുമുത് തകാസുർ. തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. തകാസുർ പരസ്പരം ധാരാളമുണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഈ വാക്ക് നിങ്ങൾ ആദ്യം വാക്കർത്ഥം നോക്കുക. അൽഹാഖും, ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞതായി കാണാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ല. അതേ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് ഉപയോഗിച്ചത്. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പാദ്യമോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അതേ വാക്കാണ് അൽഹാഖും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്താണ് അശ്രദ്ധയിലാക്കിയ കാര്യം? അത്തകാസുർ. അതെ, പരസ്പരം പൊങ്ങച്ചെന്ന് നടിക്കുക, പരസ്പരം അതെ ധാരാളമുണ്ട്, നിന്നെക്കാളും എനിക്ക് ധാരാളമുണ്ട്. ഏത് വിഷയത്തിലാണ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഒരു കാര്യം ഏതാണ് കാര്യം എന്ന് പറയാതെ പറഞ്ഞാൽ, ഏത് വിഷയത്തിലാണ് എന്ന് പറയാതെ പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യവും ഉദ്ദേശിക്കപ്പെടും. അതെ, പരസ്പരം നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഭക്ഷണം കുടിക്കുമ്പോഴും പാനീയം വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ബിസ്മില്ല നമ്മൾ പറയുന്നുണ്ട്. ബിസ്മില്ലാഹി അഖറ, ബിസ്മില്ലാഹി ആകുൽ. അതുപോലെ ഇവിടെ എന്താണ്, ഏത് കാര്യമാണ് നിങ്ങൾ അശ്രദ്ധയിലാക്കിയത്, ഏതൊരു വിഷയത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽഹാകുമുത് തകാസുർ, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ, പരസ്പരം പൊങ്ങച്ചം നടിക്കുക, പെരുമ നടിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? അത്തകാസുർ ബിൽ അംവാൽ, സമ്പത്ത് കൊണ്ട്, വൽ ഔലാദ്, മക്കള്, അല്ലെങ്കിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ ഇൽമു കൊണ്ടുപോലും. അതെ, എന്നെക്കാളും എനിക്കറിയാം, ഞാൻ കുറെ വർഷങ്ങളായി പഠിക്കുകയാണ് അല്ലേ. പല ആളുകളുടെ സംസാരത്തിൽ ഇങ്ങനെ വരികയാണ്. ഇന്നത്തെ കാലത്ത് പല രൂപത്തിലും പറയാം അല്ലെ. പല ആളുകളും എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് എത്ര ലൈക്ക് കിട്ടി എന്ന രൂപത്തിലൊക്കെ ദുനിയാവിൽ ഏതൊക്കെ വിഷയത്തിൽ പൊങ്ങച്ചം നടിക്കുന്നോ, പെരുമ നടിക്കുന്നോ, അതൊക്കെ ഈ ആയത്തിൽ പെടുമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം. മറിച്ച് ഇത് ആരുടെ സ്വഭാവമാണ്? ഇത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്, ഇങ്ങനെ പൊങ്ങച്ചം പെരുമ നടിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാഫിറിന്റെ അവസ്ഥ സൂറത്തു അൽ കഹ്ഫിലൂടെ പറയുകയുണ്ടായി. ആ കാഫിർ പറയുകയാണ്, എന്താണ്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറ. അതെ, നിന്നെക്കാളും സമ്പത്ത് എനിക്കുണ്ട് എന്നൊരു കാഫിർ പറയുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ പൊങ്ങച്ചം എന്നുള്ളത് അല്ലെങ്കിൽ പെരുമ നടിക്കുക എന്നുള്ളത് ധാരാളമുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം, ഏത് വിഷയത്തെക്കുറിച്ചും ധാരാളം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്താണ്? മോശമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ജമ്മായ രൂപത്തിലാണ് അല്ലാഹു പറഞ്ഞത്, ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലെ. ഖുർആനിൽ ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? എനിക്കത് കൂടുതലുണ്ട്, ഇത്ര കാര്യമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഉണ്ടാകുക എന്നൊരു വാക്ക് അത് ഖുർആനിൽ ദമ്മ ചെയ്തുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു മിക്ക സ്ഥലങ്ങളിലും പറഞ്ഞത്. നമുക്ക് ആയത്തുകൾ കാണാം. അല്ലാഹു പറയുകയാണ്, വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. ഭൂമിയിലെ അധിക ആളുകളെയും
നീ പിൻപറ്റുകയാണെങ്കിൽ അവർ നിന്നെ വഴിപിഴപ്പിച്ച് കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുകയാണ്, വമാ അക്സറു നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, ജനങ്ങളിൽ അധിക ആളുകളും എന്താണ്, വലൗ ഹറസ്ത ബിമുഅ്മിൻ, നബിയെ താങ്കൾ ഉദ്ദേശിച്ചാലും അവർ ഈമാനുള്ള ആളുകളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചപ്പോൾ മുത്തറിഫ് ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദമിന്റെ പുത്രൻ പറയുകയാണ്, മാലി മാലി, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞു നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹല്ലക യ ഇബ്നു ആദം മിൻ മാലിക് ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, ഓ മനുഷ്യ, നിന്റെ സമ്പത്തിൽ നിനക്ക് നീ തിന്ന് നശിപ്പിച്ചതും ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ വസ്ത്രം ധരിച്ച് അത് നുരുമ്പിപ്പോയതും ഓ തസദ്ദഖ്ത ഫഅംദൈത്, നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്തതുമല്ലാതെ വേറെ എന്താണ് നിനക്ക് ബാക്കിയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതായി കാണാം. അപ്പോൾ സമ്പത്തിന്റെ വിഷയമാകട്ടെ ബാക്കി ഏത് കാര്യമാകട്ടെ അതിൽ പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത്, പെരുമ നടിക്കുക എന്നുള്ളത് അതെന്ത് ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറയുന്നത് എന്താണ്, ഒരാൾ പൊങ്ങച്ചം നടിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് തെറ്റിക്കളയുന്ന ഒരവസ്ഥയാണ്. പല ആളുകളും സ്ത്രീകളുടെ വിഷയം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഭക്ഷണങ്ങളുടെ വിഷയത്തിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കും, അത് ഫോട്ടോ എടുത്ത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് വെക്കും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇതിൽപ്പെട്ടൊരു കാര്യമാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യഹ്റുമു ഇബ്നു ആദം, ആദമിന്റെ പുത്രന് വയസ്സാകും, വയസ്സേറും, വജബ്ഖ മഅഹു ഇസ്നാൻ, എന്നാൽ രണ്ട് കാര്യം മാത്രം അവനിൽ മാറ്റമുണ്ടാവുകയില്ല, അൽ ഹിർസു വൽ അമൽ, അവന്റെ കൊതിയും അതുപോലെ തന്നെ അവന്റെ ആഗ്രഹങ്ങളും. ഈ രണ്ട് കാര്യം മാത്രം കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേ, നമ്മൾ സമ്പത്തിന്റെ വിഷയം എടുത്ത് നോക്കുകയാണ്, ദുനിയാവിന്റെ ആളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്ര പ്രായമായ ആളുകൾക്ക് പോലും, കച്ചവടക്കാരനാണെങ്കിൽ ഇന്നയാളെ നോക്ക്, ഇന്നയാൾക്ക് എത്ര സമ്പാദ്യമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. കാരണം പ്രായം ചെന്നാൽ പോലും ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം പറയുകയാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് ഒരു മാറ്റവുമില്ല. അത് പ്രായം കൂടുന്നോറും ദുനിയാവിന്റെ വിഷയത്തിൽ ആർത്തി അവർക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്, യസ്ബഉൽ മയ്യിത സലാസ്, മയ്യിത്തിനെ മൂന്ന് കാര്യം പിന്തുടരും, ഫയർജു ഇസ്നാൻ വയബ്ഖ മഅഹു വാഹിദ്, രണ്ട് കാര്യം തിരികെ പോവുകയും ഒരു കാര്യം മാത്രം ബാക്കിയാകും. എന്താണ് തിരികെ പോകുന്നത്? യസ്ബഉ അഹ്ലുഹു വമാലുഹു വവലദുഹു ഫയർജു അഹ്ലുഹു വമാലുഹു വയബ്ഖ അമലുഹു, സമ്പാദ്യവും സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ അമലും ഖബറിലേക്ക് വരും, അവിടെ ജനാസക്ക് വരും. മറിച്ച് നേരെ തിരിച്ച് ഈ കുടുംബവും സമ്പാദ്യമൊക്കെ തിരിച്ചു പോവുകയും അവന്റെ അമൽ മാത്രമേ ബാക്കിയാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ പറയാം. മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിൽ നിന്ന്, ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അശബ്ദമാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കൂടുതൽ ആളുകളും ദുനിയാവിന്റെ പിറകിൽ പോവുകയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഹത്താ സുർതുമുൽ മഖാബിർ, നമ്മൾ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്നു. ഏതുവരെയാണ് ഈ ഒരു കാര്യം ഉണ്ടാവുക? ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറ സന്ദർശിക്കുന്നത് വരെയാണ്. സാറ എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദർശിക്കുക. സിയാറത്ത്. ഹത്താ സുർതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരെ. അതായത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഐ സിർതും ഇലൈഹ വദുഫിൻതും ഫീഹ, നിങ്ങൾ മരണപ്പെടുകയും അതിൽ ദഫൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വരെ ഈ ഒരു അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു അറാബിയായ ഈ വാക്കുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചൊരു അസറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അറാബിയായ ഒരു വൃദ്ധനായ ഒരാളുടെ അടുക്കിലേക്ക് പോവുകയാണ്. അദ്ദേഹം രോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, പ്രയാസപ്പെടേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ശിഫ നൽകട്ടെ
ഇൻഷാ അല്ലാഹ് എന്ന് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ അറാബിയായ ആള് തിരിച്ചു ചോദിച്ചു, ഖുൽത തഹൂർ, അതെ എനിക്ക് ശിഫ കിട്ടും എന്നാണോ പറയുന്നത്? ബൽ ഹിയ ഹുമൻ തഫൂർ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. ഇത് അറബിയുടെ സംസാരം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അറബികളുടെ സംസാരം എന്താണ്? ഭാഷയിൽ തെളിവാണ്. അറബികളുടെ സംസാരം ഭാഷയിൽ തെളിവാണ്. അപ്പോൾ ഈ അറാബി പറയുകയാണ്, ഇത് എനിക്ക് മാറുന്ന രോഗമൊന്നല്ല. അറാബിയുടെ സ്വഭാവം അങ്ങനെ അറിയപ്പെട്ടതാണ്, മോശമായ രൂപത്തിൽ സംസാരിക്കുന്ന രൂപത്തിൽ അറിയപ്പെട്ടതാണ്. ഈ അറാബി പറയുകയാണ്, ഇതെനിക്ക് മാറുന്ന രോഗമൊന്നല്ല, ഇത് ഭയങ്കര പനിയാണ്. തുസീറുഹുൽ ഖുബൂർ, എന്നെ ഖബറിലേക്ക് എത്തിക്കുന്ന, സിയാറത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പനിയാണ് എന്ന് അറാബി തിരികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ശേഷം പറഞ്ഞു, ഖാല ഫനഅം, ഇദൻ അങ്ങനെ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി തഫ്സീർ ഇബ്നു കസീർ കാണാം. അപ്പോൾ സിയാറത്തുൽ ഖുബൂർ എന്നത് ഇവിടെ ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? കാരണം പല രൂപത്തിലാണ് മുഫസ്സിരിങ്ങൾ ഇതിനെ വിശദീകരിച്ചത്. ഖബറിനെ ഒരു സിയാറത്ത് മാത്രമാണ്, ഖബർ ഒരു സിയാറത്ത് മാത്രമാണ്. നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബറിന്റെ അടുക്കലേക്ക് പോയാൽ ധാരാളമായി കരയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാർ വലാ തബ്കി വതബ്കി മിൻ ഹാദാ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയപ്പെടുമ്പോൾ കരയുന്നില്ല, എന്നാൽ ഈ ഖബറിന്റെ വിഷയം പറയുമ്പോൾ താങ്കൾ എന്താണ്, ഖബറിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ താങ്കൾ എന്താണ് ഇത്രത്തോളം കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖബ്റു അവ്വലു മൻസിൽ മിൻ മനാസിൽ ആഖിറ, ഖബർ എന്നുള്ളത് എന്താണ്? പരലോകത്തിലെ ആദ്യത്തെ ഭവനമാണ്, ആദ്യത്തെ വീടാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻ, ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളതൊക്കെ എന്താണ്? എളുപ്പമാണ്. വഇല്ലം യൻജു മിൻ ഫമാ ബഅദഹു അശദ്ദ മിൻ, ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യം എന്താണ്? അങ്ങേയറ്റം പ്രയാസാണെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഖൽബില് എപ്പോഴും ഈമാൻ ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഈമാൻ കുറയും. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഈമാൻ കൂടും, ഈമാൻ കുറയും. പല ആളുകൾക്കും ഈമാൻ കൂടാൻ വേണ്ടി പല രൂപത്തിലായിരിക്കും. ചില ആളുകൾ ഖുർആൻ ഓതാൻ തുടങ്ങിയ ഈമാൻ കൂടും. ചില ആളുകൾക്ക് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈമാൻ കൂടും, അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയാൽ ഈമാൻ കൂടും, സിയാറത്ത് ചെയ്യുമ്പോൾ ഈമാൻ കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഏതാണ് കൂടുതൽ നമ്മുടെ ഈമാൻ കൂടാൻ നമ്മളെ സഹായിക്കുന്ന കാര്യം ഏതാണ്? ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത്. മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് എന്താണ്? അത് നമ്മുടെ ഈമാൻ കൂട്ടാനും ഇബാദത്തുകളിൽ മുന്നേറാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയിൽ പറയുന്നതായി കാണാം, തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നീ തഖ്വ സമ്പാദിച്ചെടുക്കുക. ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ, രാത്രിയായി കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെ ഫജ്ർ വരെ നീ ജീവിക്കുമോ എന്നൊരു കാര്യം നിനക്കറിയില്ല. ഫകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, എത്ര മണവാളന്മാരാണ് അവരുടെ ഭാര്യമാരുടെ മുന്നിൽ അവർ ഒരുങ്ങി നിന്നത്. വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. അദ്ദേഹം പറയുകയാണ്, എത്ര മണവാളന്മാരാണ് തന്റെ ഭാര്യമാർക്ക് വേണ്ടി ഒരുങ്ങിയത്. വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, ആ രാത്രിയിൽ തന്നെ അവർ മരണപ്പെടുന്ന സാഹചര്യം. വകം മിൻ സിഗാരിൻ, എത്ര മക്കളാണ്, ചെറിയ മക്കളാണ്. യുർതജാ തൂലു ഉംരിഹിം, അതെ വലുതായിട്ട് ഇങ്ങനെയൊക്കെ ആകണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ച എത്രയോ മക്കളാണ്. വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമത്തുൽ ഖബ്രി, അവരുടെ റൂഹുകൾ അതാ ഖബറിലേക്ക് വെക്കപ്പെടുകയും ചെയ്തു. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ എത്ര ആരോഗ്യവാന്മാരാണ് മരണപ്പെടുന്നത്. വകം മിൻ സഖീമിൻ ആശ ഹീനം മിന ദഹ്രി, അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, എത്ര രോഗമുള്ള ആളുകളാണ് ആശ ഹീനം മിന ദഹ്രി, അതെ നാളെ മരിക്കും ഇന്ന് മരിക്കുമെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ
ഇത്രയും വർഷക്കാലം ജീവിക്കുകയാണ്. എന്നാൽ ആരോഗ്യമുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ പള്ളിയിൽ വന്ന മനുഷ്യനായി എന്ന് പറയപ്പെട്ട ആളുകൾ അവർ അതാ മരണപ്പെടുകയാണ്. എത്ര യുവാക്കളാണ് രാവിലെയും രാത്രിയും ചിരിച്ചുകൊണ്ട് അങ്ങനെ കഴിച്ചുകൂടുന്നത്. അവന്റെ കഫൻ പുടവ അവനറിയാതെ അത് നെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതാ മണിമാളികയിൽ പകലിൽ ജീവിക്കുന്ന ഒരാൾ വൈകുന്നേരമായപ്പോഴേക്കും അവനെന്താ ഖബറിലേക്ക് വെക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ആരും നിഷേധിക്കാത്ത അല്ലേ, മരണപ്പെടുന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിൽ പറയുമ്പോൾ അള്ളാഹു പറയുകയാണ് ഇന്നക മയ്യിതുൻ വ ഇന്നഹും ലമയ്യിതുൻ. അതെ നബിയെ, താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നതായി കാണാം. അവിടെ ഉറപ്പിച്ചുകൊണ്ട് പറയാം. എന്തുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത്? മരണത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടോ? അറബി ഭാഷയിൽ ഒരു കാര്യത്തിന് തഅക്കീദ് എന്ന് പറയും. തഅക്കീദ് ഉറപ്പിക്കുക എന്നുള്ളത് അത് സാധാരണ രീതിയിൽ കൊണ്ടുവരാൻ അതിന് കാരണം അതിനെ നിഷേധിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ മരണത്തിന്റെ വിഷയത്തിൽ എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ തഅക്കീദ് ഇങ്ങനെ കൂടുതൽ വരുന്നത്? മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാം. കാരണം ആളുകൾ മരണത്തെ അംഗീകരിക്കുന്നവരാണ്, പക്ഷെ അവരുടെ ജീവിതം ഏത് രൂപത്തിലാണ്? മരിക്കുകയില്ല, ഞാൻ ദീർഘകാലം ജീവിക്കുമെന്ന രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. മരണത്തെക്കുറിച്ചൊരു ബോധമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുമെന്ന് തഅക്കീദോടുകൂടി പറയുകയാണ്. അപ്പോൾ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അതെന്താണ്? അമാനു മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. ഖിയാമത്ത് നാളിൽ നമുക്ക് അങ്ങേയറ്റം സഹായമാകുന്ന, നിർഭയത്വം നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഖബർ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ കൂട്ടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ മൈമൂൻ ബിൻ മിഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കുൻതു ജാലിസൻ ഇൻദ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹുവിന്റെ അടുക്കൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഫഖറഅ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഈ ആയത്തുകൾ പാരായണം ചെയ്തു. എന്നിട്ട് മൈമൂൻ ബിൻ മിഹ്റാൻ മൈമൂൻ റഹിമഹുല്ലാഹയെ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഖാല യാ മൈമൂൻ മാ അറൽ മഖാബിറ ഇല്ല സിയാറ. ഖബറുകളെ ഒരു സിയാറത്തല്ലാതെ ഞാൻ കാണുന്നില്ല. അല്ലേ, ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറുകൾ വെറും ഒരു സിയാറത്താണ്, കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വമാ ലിസ്സാഇരി ബുദ്ദുൻ മിൻ അൻ യർജിഅ ഇലാ മൻസിലിഹി. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ, അതെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലത്ത് വന്ന് അവിടുത്തെ നിൽക്കുവോ? കാലതാമസം കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. അതെ, വമാ ലിസ്സാഇരി, അങ്ങനെ അവിടെ വന്ന ആൾക്ക് എന്ത് ചെയ്യും? തീർച്ചയായും അവന്റെ ഭവനത്തിലേക്ക് പോകേണ്ടതുണ്ട്. യഅ്നി ഇലാ ജന്നത്തിൻ ഔ നാർ, ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ പെരുമ കാണിച്ചുകൊണ്ട് അവരെന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഏതുവരെയാണ്? മരണം വരെയാണ് അവരുടെ ഈ ഒരു കാര്യം. ഈ ഒരു ആയത്ത് എന്തിനുള്ള തെളിവും കൂടിയാണ്? ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. അല്ലേ? എങ്ങനെയാണ് തെളിവ്? കാരണം ഹത്താ സുർതുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ അവർക്ക് ഈ ഒരു അശ്രദ്ധയിലായിരിക്കും. അതെ, ഖബർ സന്ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അശ്രദ്ധ മാറും. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിൽ എന്തോ സംഭവിക്കാനുണ്ട്. അതെ, അശ്രദ്ധയിൽ ജീവിച്ച ആളുകൾക്ക് പ്രയാസം, ശിക്ഷ ഉണ്ടാകാറുണ്ട് എന്നൊരു കാര്യം ഈ ആയത്തിൽ നിന്ന് തെളിവ് ലഭിക്കും. അപ്പോൾ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവർക്കെതിരെയുള്ള ഒരു തെളിവും കൂടിയാണ് ഈ ആയത്ത്. ഖബറിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്. ഒരാൾ ഖബറിൽ വെക്കപ്പെട്ടാൽ ഒന്നെങ്കിൽ എന്താണ്? ഇമ്മ ഹുഫ്റത്തുൻ മിൻ ഹുഫ്രിൻ നീറാൻ ഔ റൗദത്തുൻ മിൻ റിയാദി അൽ ജന്ന, ഒന്നെങ്കിൽ നരകത്തിലെ പടുതീയും അല്ലെങ്കിൽ ഔ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ പൂന്തോപ്പോ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും അവനുണ്ടാവുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അൽ-ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാളുടെ ഹൃദയം കടുത്തുപോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് മുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ അൽ-ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അയ്യുക്സിറ മിൻ സിക്രി ഹാദിമിൽ ലദ്ദാത്ത് വമുഫർരിഖി അൽ ജമാഅത്ത്.
ഒരാളുടെ ഹൃദയം കടുത്തുപോയി, ഈമാനൊന്നുമില്ല, അള്ളാഹുവിനോർത്ത് കരാൻ സാധിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇബാദത്തുകളിൽ മുന്നേറാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയാണ് ഒരാളുടെ അവസ്ഥയെങ്കിൽ അവൻ എന്ത് ചെയ്തുകൊള്ളട്ടെ? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊള്ളട്ടെ എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുക. കാരണം മരണത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉദ്ദു അൻഫുസകും മിനൽ മൗത, അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ എങ്ങനെ എണ്ണുക? മയ്യിത്തായ രൂപത്തിൽ നിങ്ങൾ എണ്ണുക. അതെ, മയ്യിത്തായി കഴിഞ്ഞാൽ ഞാൻ മയ്യിത്താണ് എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ മയ്യിത്തായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുക എന്താണ്? ഒരു സുജൂദ്, ഒരു റക്അത്ത്, ഒരു തസ്ബീഹ്, തഹ്മീദ്, അള്ളാഹുവിനെ ഇബാദത്ത് കുറച്ചെങ്കിലും ചെയ്ത് മുന്നേറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു കാര്യമായിരിക്കും അവൻ ആഗ്രഹിക്കുക. അപ്പോൾ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ലോലമാകുന്നതാണ്. അതുപോലെ തന്നെ വയുവാദിബ അല മുശാഹദത്തിൽ മുഹ്തദിരീൻ, മരണം ആസന്നമായ ആളുകളുണ്ടാവും, മരിക്കാൻ കിടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ പോയി സന്ദർശിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ പോയിട്ട് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. അതെ, ഈ ഒരു അവസ്ഥ എനിക്കും നാളെ വരാനുണ്ട്, ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ എന്റെ അവസ്ഥ നാളെ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, നല്ല രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമോ? ഈ രൂപത്തിലാണ്. അപ്പോൾ അവന് ചിന്തിക്കും, അതെ, ഞാൻ ഈ രൂപത്തിൽ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ കിടക്കുന്ന മനുഷ്യനെ പോലെ ഞാനും കിടക്കേണ്ടതല്ലേ എന്ന രൂപത്തിൽ അവൻ ചിന്തിക്കും. മുസ്ലിമീൻ, അതുപോലെ തന്നെ മരണപ്പെട്ട മുസ്ലിങ്ങളുടെ ഖബർ സന്ദർശിക്കുക, ഇടയ്ക്ക് പോയിട്ട് ഖബർ സന്ദർശിക്കുക. ഇതേ അവസ്ഥയിൽ ഞാൻ നാളെ വരാനുണ്ട് എന്ന രൂപത്തിൽ സ്വന്തത്തിനെ എപ്പോഴും ചിന്തിക്കുക, ഓർമ്മിപ്പിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽഹാകുമുത് തകാസുർ, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, ഹത്താ സുർതുമുൽ മഖാബിർ, ഏതുവരെ? ഖബർ സന്ദർശനം നടത്തുന്നതുവരെ. കാരണം മരണം വരെ അവൻ എന്ത് ചെയ്തിരിക്കും? എപ്പോഴും ദുനിയാവിന്റെ ബാക്കിൽ തന്നെയായിരിക്കും. അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, ലൗ അന്ന ലിബ്നി ആദം വാദിയൻ മിൻ ദഹബ് അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, ആദമിന്റെ പുത്രന് ഒരു വാദി, ഒരു താഴ്വര നിറയെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവൻ മതി, എനിക്ക് ഇത്ര മതി എന്നാണോ വിചാരിക്കുക? അല്ല, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, എനിക്കൊരു ഒരു വാദി കൂടി സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ, എന്തിനു വിശേഷം പറയാണ്, വലയ്യംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കൂല. അതെ, മരിക്കുന്ന വരെ ഇവനെ പൂതിയും ആഗ്രഹങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഖൽബിനെ എപ്പോഴും ഉണർത്തേണ്ടതുണ്ട്. മരണപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഖബർ സന്ദർശനം, മരിക്കാൻ പോകുന്ന ആളുകൾ അവരെ സന്ദർശിക്കുക. ഇതൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഖൽബിന് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാഹു പറയുകയാണ്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അങ്ങനെയല്ല കാര്യം. കല്ല എന്ന് പറഞ്ഞാൽ താക്കീതാണ്. കല്ലാ സൗഫ തഅലമൂൻ, അങ്ങനെയല്ല കാര്യം, നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും അള്ളാഹു ആവർത്തിച്ച് പറയാണ്, അങ്ങനെയല്ല കാര്യം, സൗഫ എന്ന് പറഞ്ഞാൽ വഴിയെ, പിന്നീട്, തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഐ സൗഫ തഅലമൂന ആഖിബത ഹാദാൻ, ദുനിയാവിന്റെ പിറകെ പോയ ഈ ഒരു അവസ്ഥയുടെ ആഖിബത്ത്, അതിന്റെ പര്യവസാനം നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വലൻ ഫിൽ ഖബ്രി സുമ്മ ഫിൽ ആഖിറ ഇദാ ഹല്ല ബികുമുൽ അദാബ്. ആദ്യം പറഞ്ഞല്ലോ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞത് ഖബറിൽ വെക്കപ്പെട്ടാൽ അറിയും. പിന്നെന്താണ് പറയുന്നത്? സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും നിങ്ങൾ അറിയും എന്ന് പറഞ്ഞത്, അതെ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തിയാൽ നിങ്ങൾക്ക് അറിയുക തന്നെ ചെയ്യും. ഇതെന്താണ് മറ്റുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത് നമുക്ക് കാണാം. അടുത്ത ആയത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം, നിങ്ങൾ ഇൽമുൽ യഖീനായിട്ട് അറിയുക തന്നെ ചെയ്യും. യഖീനായിട്ട് ശരിയായ രൂപത്തിൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ലതറവുന്ന അൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യുന്നതാണ്. ഇത് യഖീനെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാം. നമ്മുടെ യഖീൻ ഉണ്ടല്ലോ, നമുക്ക് ഉറച്ച ദൃഢവിശ്വാസം, അതിനെ മൂന്നായി തരംതിരിക്കും. ഒന്നാമത്തേത്, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നല്ല രൂപത്തിൽ വിശ്വാസമുണ്ട് എന്ന് എപ്പോഴാണ് പറയാം? ഒന്നാമത്തേതാണ് ഇൽമുൽ യഖീൻ. ഇൽമു അൽ യഖീൻ എന്ന് പറയും. ഒരു കാര്യം അതിന് തെളിവോടുകൂടി എല്ലാം മനസ്സിലായി, മനസ്സിൽ ഉറച്ച്, ഈ ഒരു സാഹചര്യത്തിലാണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് അറിയുന്ന, നമ്മൾ ചെറുപ്പത്തിലായിരിക്കെ നമ്മുടെ ഉപ്പ എന്ന് പറയാണ്, അതെ, അവര് കാണുന്നതാണ് തീ. ആ തീയിന്റെ മുകളിൽ കൈ വെച്ചാൽ കൈ പൊള്ളും. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊത്തിയ പോലെ ഉണ്ടാവും. അതെ, അത് തൊട്ടാല് കൈ പൊള്ളും എന്നുള്ളത്.
അപ്പോൾ അതെന്താണ്? അത് ഇൽമുൽ യഖീനാണ്. അത് ഇൽമുൽ യഖീനാണ്. ഈ രൂപത്തിലായിരിക്കണം ശർഈയായിട്ടുള്ള അറിവൊക്കെ ഈ രൂപത്തിൽ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇബാദത്ത്. ഇൽമുൽ യഖീൻ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ കുറിച്ച്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടാൻ അടിമകളിൽ ഉലമാക്കൾ മാത്രമാണ്. ഇൽമുള്ള ആളുകൾ മാത്രമേ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ. കാരണം അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതൊക്കെ, ഞാൻ പറയുന്നതൊക്കെ അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധമുള്ള ഖൽബുള്ള ആളുകൾ, അവനെ സംബന്ധിച്ചിട്ട് അവന്റെ ജീവിതം ആകെ മാറി. അവൻ വിചാരിക്കുകയാണ് എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യണം, ഇബാദത്തിൽ മുന്നേറണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൗ തഅലമൂന മാ അഅലം ലബഹിത്തും ഖലീലൻ വലബകൈതും കസീറ. നിങ്ങൾ ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലബഹിത്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറ, ധാരാളം കരയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു യഖീനായ ഇൽമുണ്ട്. അപ്പോൾ യഖീൻ നമ്മൾ പറഞ്ഞു മൂന്നായി തരംതിരിച്ചു. ഒന്ന് ഇൽമുൽ യഖീൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ് ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. അല്ലേ? നരകത്തെ എല്ലാവരും കാണും. അധിക മുഫസ്സിരിങ്ങളും പറഞ്ഞതായി കാണാം, നരകത്തെ കാണാത്തതായി ആരും തന്നെ ഇല്ല. സിറാത്തിൽ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ആ സിറാത്തിൽ വരാത്തതായി നിങ്ങൾ ആരും തന്നെ ഇല്ല. ഈമാനുള്ള ആളുകളാണെങ്കിൽ അവനെന്ത് ചെയ്യും? നരകത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കും. സിറാത്തിൽ പ്രവേശിക്കുക ആരാണ്? ഈമാനുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഈമാനില്ലാത്ത ആളുകൾ കാഫിര്യങ്ങൾ സിറാത്തിൽ വരൂല, അവർ ആദ്യം തന്നെ നരകത്തിൽ പോകും. അപ്പോൾ ഈമാനുള്ള ആളുകൾ സിറാത്ത് പാലത്തിൽ വരും. അപ്പോൾ അവനെ എന്ത് ചെയ്യും? നരകത്തെ കാണും. ഏതൊക്കെ രൂപത്തിൽ? അവന്റെ ദുനിയാവിൽ ഏത് രൂപത്തിലാണ് അവൻ ജീവിച്ചത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായി സിറാത്തിനെ കുറിച്ച് പറയുന്നതായി കാണാം. പരലോകത്ത് സിറാത്തിൽ നമ്മുടെ സഞ്ചാരം ഏത് രൂപത്തിലായിരിക്കും? ദുനിയാവിലെ ഈ സിറാത്തുൽ മുസ്തഖീം ഏത് രൂപത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്, അപ്രകാരമായിരിക്കും പരലോകത്ത് ഞാൻ സിറാത്തിൽ സഞ്ചരിക്കുക. ദുനിയാവിൽ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് 5 വഖത്ത് നല്ല രൂപത്തിൽ നമസ്കരിച്ച്, അതുപോലെ തന്നെ അദ്കാറുകളും ഖുർആൻ പാരായണവും സുന്നത്ത് നമസ്കാരവും ഒക്കെ നിർവഹിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഫല്യുബ്ശിർ, അവൻ സന്തോഷിച്ചുകൊള്ളട്ടെ. കാരണം എന്താണ്? നല്ല രൂപത്തിലാണ് ജീവിക്കുന്നത്. ആ രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ നമുക്ക് സിറാത്തും കടക്കാൻ പറ്റും. എന്നാൽ ദുനിയാവിൽ തന്നെ പ്രയാസപ്പെട്ടാണ് അവൻ മസ്ജിദിലേക്ക് വരുന്നത്, പ്രയാസപ്പെട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥ പോലുമില്ല. ഇതൊക്കെയാണ് അവന്റെ അവസ്ഥയെങ്കിൽ അവന്റെ നഫ്സിലേക്ക് അവൻ നോക്കിക്കൊള്ളട്ടെ. ഈ രൂപത്തിലായിരിക്കും അവൻ സിറാത്ത് കടക്കുക. അവന്റെ ഈമാൻ അത്രയും ദൗർബല്യതയിലാണ് എന്നൊരു കാര്യം അവൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ അള്ളാഹു പറയുകയാണ് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ യഖീനായ ഇൽമ് നിങ്ങൾ കരസ്ഥമാക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ അശ്രദ്ധയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ജഹീം എന്നത് എന്താണ്? നരകത്തിന്റെ മറ്റൊരു പേരാണ്. സുമ്മ ലതറവുന്നഹ, പിന്നെയും പറയാണ്, അതെ, സുമ്മ ലതറവുന്നഹ, നിങ്ങൾ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നരകത്തെ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? യഖീനെ മൂന്നായി തരംതിരിച്ചു. ഒന്ന് ഇൽമുൽ യഖീനാണ്, രണ്ടാമത്തത് ഐനുൽ യഖീനാണ്. ഒരാള് പറയാണ് ഈ തീയുടെ വിഷയത്തിൽ തീ പൊള്ളുമെന്ന് മനസ്സിലാക്കിയ ഒരാൾ അത് ഇൽമുൽ യഖീൻ കിട്ടി. ഇനി തീയെ കാണുകയാണ്, തീയിലേക്ക് അയ്യാൻ പാറ്റകളൊക്കെ വീണ് അതൊക്കെ കത്തി നശിക്കുന്നതായി കാണുമ്പോൾ അവന് ഐനുൽ യഖീൻ കിട്ടി. അതെ, കണ്ണുകൊണ്ട് ആ ഒരു യഖീൻ കിട്ടി. അതെ, കാണുകയാണ് അല്ലെ, കണ്ണുകൊണ്ട് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലെത്തി. അപ്പോൾ നരകമുണ്ടെന്ന് അത്രയും വിശ്വാസം പരലോകത്ത് നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി മൂന്നാമത്തെ രൂപത്തിലുള്ള യഖീനാണ് എന്ത്? ഹഖ്ഖുൽ യഖീൻ എന്ന് പറയും. അത് നമ്മൾ അനുഭവിക്കുമ്പോഴുള്ള യഖീനാണ്. അതെ, കൈ തീയിൽ തൊട്ടാൽ അത് പൊള്ളും. അപ്പോൾ എന്താണ്? ഒരാൾക്ക് ഹഖ്ഖുൽ യഖീൻ ലഭിക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ യഖീൻ എന്നുള്ളത്. ഇതാണ് ഈ പറഞ്ഞ ആയത്തുകൾ. ഈ ആയത്തുകളൊക്കെ നരകത്തിന്റെ വിഷയവും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചും ഒക്കെ പറയുകയാണ്. ഇനി അവസാനത്തെ ആയത്ത് എടുത്തു നോക്കാം. അവസാനത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യുന്നതാണ്, നിങ്ങൾ ചോദിക്കപ്പെടുന്നത് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കണ്ട അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് ചോദ്യം ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആയത്തുകളൊക്കെ എടുത്തു നോക്കാം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ വഴിയെ അറിയും. സുമ്മ വീണ്ടും പറയാണ്, നിങ്ങൾ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ ഗൗരവം നിങ്ങൾ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. നിങ്ങൾക്ക് യഖീനായ ഇൽമ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അശ്രദ്ധ നിങ്ങളെ ബാധിക്കുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം. അതെ, നിങ്ങൾ നരകത്തേക്ക് നിങ്ങൾ ഐനുൽ യഖീൻ കിട്ടും, നിങ്ങൾക്ക് അത്രയും യഖീൻ കിട്ടും. നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. സിറാത്തിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ നരകത്തെ കാണുന്നതാണ്. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഖിയാമത്ത് നാളിൽ ചോദിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ ചില ഹദീസുകൾ ഉദ്ധരിച്ചതായി കാണാം. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ആയി ഇബ്നു കസീർ റഹിമഹുല്ലാ ചില ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാദ്യമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരിക്കൽ ബൈനമാ ഉമർ വഅബൂ ബക്കർ ജാലിസാനി ജാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമറും അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഖാൽ മാ അജ്ലസകുമാ ഹുനാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ രണ്ടാളുകളും ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഖാല വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അഖ്റജ്നാ മിൻ ബുയൂതിനാ ഇല്ലൽ ജൂ. നമ്മൾ പുറത്തിറങ്ങിയത് എന്താണ്? വിശപ്പ് കാരണത്താലാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ ബഅസനി ബിൽ ഹഖ് മാ അഖ്റജനി ഗൈറു. അതെ, എന്നെയും വിശപ്പ് കാരണം തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫൻതലഖു ഹത്താ അതൗ ബൈത റജുലിൻ മിൻ അൻസാർ ഫസ്തഖ്ബലഹും മർഅ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ട് സഹാബിമാരും ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ അടുക്കലേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയാണുള്ളത്. അദ്ദേഹം അവരോട് ചോദിച്ചു, ഐന ഫുലൻ, ഇന്നയാൾ എവിടെ പോയി? ഫഖാല ദഹബ യസ്തഅദിബു ലനാ മിനൽ മാ. അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ പോയിട്ടാണുള്ളത്. ഫജാഅ സാഹിബുഹും. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. ഫജാഅ സാഹിബുഹും യഹ്മിലു ഖിർബതഹു ഫഖാൽ. അദ്ദേഹം വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മർഹബൻ മാ സാറൽ ഇബാദ ഷൈഉൻ അഫ്ളല മിൻ ഷൈഇൻ സാറനിൽ യൗം. എനിക്ക് ഇന്നത്തെ അതിഥികൾ ഇത്രയും മഹത്തായ പ്രധാനപ്പെട്ട അതിഥികളാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം കത്തിയെടുത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഈന്തപ്പന കൊല അത് കുത്തിക്കൊണ്ട് എന്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും അടുക്കിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം സുമ്മ അഖദ ശഫ്ര, വീണ്ടും കത്തിയെടുത്ത് ഫഖാല നബി അലൈഹി സ്വലാത്തു വസ്സലാം, കത്തിയെടുത്തപ്പോഴേക്കും ശേഷം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്. അതെ, പാല് തരുന്ന മൃഗത്തെ നീ അറക്കാതിരിക്കുക. ഇദ്ദേഹം എന്താണ്, അതിഥികൾ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് അതിഥേയത്തിന് വേണ്ടി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ സഹാബി എഴുന്നേറ്റ് നിൽക്കുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പാല് തരുന്ന മൃഗത്തെ നീ അറക്കരുത്. ഫസബഹ ലഹും യൗമഇദിൻ. അപ്പോൾ അദ്ദേഹം പറയുമ്പോഴേക്കും അദ്ദേഹം അറുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും കൊടുക്കുകയുണ്ടായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിശപ്പ് സഹിച്ച് പുറത്തു വന്ന സഹാബിയും അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഈ രണ്ടാളുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുന്നതാണ്. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ ഫലം തർജിഉ ഹത്താ അസബ്തും ഹാദാ ഫഹാദാ മിനൻ നഈം. അതെ, നിങ്ങൾ വിശപ്പോടുകൂടി പുറത്തു വരികയും ഈ ഒരു അനുഗ്രഹം ലഭിക്കാതെ നിങ്ങൾ വീട്ടിൽ പോവുകയും ചെയ്യുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിന്റെ വിഷയം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? എത്ര വലിയ നിഅമത്തുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞത്. ഏതൊക്കെ രൂപത്തിലാണ് നാം ശുക്ർ ചെയ്യുന്നത്? അല്ലാഹു പറഞ്ഞതുപോലെ, യഅമലു ആല ദാവൂദ ശുക്ര വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ കുറച്ച് ആളുകൾ നമ്മൾ പെടാൻ ശ്രമിക്കണം. നമുക്ക് പറ്റിയ രൂപത്തിൽ
ഇൽമിന്റെ മജ്ലിസുകളുണ്ട്, അവിടെ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ ഇരിക്കാനും രാത്രി സമയങ്ങളിലുമൊക്കെ രാത്രി നമസ്കാരം നിർവഹിക്കാനും ഇതൊക്കെ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുന്നേറണം. അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സമയത്ത് നമസ്കരിച്ച് കാലിന് പ്രയാസം ഉണ്ടാകുമാർ അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകിയില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ അകൂനു അബ്ദൻ ശുകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാണ് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ ലതുസ്അലുന്ന ثم لتسألن يومئذ عن النعيم فقال, അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യ നഈമി നുസ്അൽ ഇന്നമാ ഹുവൽ അസ്വദാൻ തംർ വൽ മാ, അതെ, ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നബിയെ താങ്കൾ ഈ പറയുന്നത്? കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഈത്തപ്പഴവും വെള്ളവും മാത്രമേ ഉള്ളൂ. ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണോ നബിയെ താങ്കൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു സയകൂൻ, അതെ, ആ ഒരു കാര്യം തന്നെ പരലോകത്ത് നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈ ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുമെങ്കിൽ നമ്മളൊക്കെ എത്ര നമുക്ക് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും വിശപ്പ് അനുഭവിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ നിർഭയത്വമില്ലാത്ത സാഹചര്യം, ഇതൊന്നുമില്ല. അല്ലാഹു നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങളാണ്. രാവിലെ എഴുന്നേറ്റാല് ഇന്ന് മരണപ്പെടും എന്ന രൂപത്തിൽ പേടിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ ഒരു അവസ്ഥ, യുദ്ധ ഭീഷണി നമുക്കില്ല. അൽഹംദുലില്ലാഹ്, എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലാഹു പറഞ്ഞതുപോലെ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ ശുക്ർ ചെയ്താൽ നാം വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിഷേധിച്ച് തള്ളുകയാണെങ്കിലോ അല്ലാഹുവിന്റെ ശിക്ഷ അതീവ കഠിനമാണ്. നമ്മൾ എപ്പോഴും ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയെങ്കിൽ അതൊരു ചെറിയ നിഅമത്തല്ല. പള്ളിയിലേക്ക് ഒരു ദർസിലേക്ക് വരാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി. ആ മജ്ലിസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മലക്കുകൾ അവനോട് പറയും, നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നൽകുന്നതാണ് എന്ന് പറയപ്പെടുന്ന ഒരു മജ്ലിസിൽ നിനക്ക് ഇരിക്കാൻ തൗഫീഖ് നൽകിയെങ്കിൽ അത് വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ എങ്ങനെ ശുക്ർ ചെയ്യും? അതുപോലുള്ള മജ്ലിസുകളിൽ വീണ്ടും പങ്കെടുക്കാൻ ശ്രമിക്കുക, അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത് മുന്നേറുക. അതുപോലുള്ള ആളുകൾ, ജനങ്ങളെ, മറ്റുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ അങ്ങനെയുള്ള മജ്ലിസുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാകിരീങ്ങളായ അടിമകളിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ അംനു വസ്സിഹ, നിർഭയത്വവും അതുപോലെ തന്നെ ആരോഗ്യവും, നിർഭയത്വവും ആരോഗ്യവുമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് പറയാണ്. അതെ, ഇന്ന് നമ്മൾക്ക് ഇത്രയും നിർഭയത്വമാണ്, ജീവിക്കാൻ പേടിയില്ല, അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്ഹഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ജനങ്ങൾ അധിക ആളുകളും എന്താണ്? മഗ്ബൂനാണ്, അശ്രദ്ധയിലാണ്. എന്താണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്ഹഹതു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. അതെ, ഒഴിവ് സമയമുണ്ട്, ആരോഗ്യമുണ്ട്. അല്ലേ? പ്രായമുള്ള ദീനീബോധമുള്ള ആളുകളോട് പോയിട്ട് ചോദിച്ചു നോക്കി, എന്താണ് ആഗ്രഹം? നിന്ന് നമസ്കരിക്കാനായിരിക്കും അവരുടെ ആഗ്രഹം. നിന്നിട്ട് അതുപോലെ തന്നെ സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്കൊന്ന് സുജൂദ് ചെയ്യാൻ പൂതിയാണ്, ആഗ്രഹിക്കാം. പക്ഷെ ഇതൊന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സാഹചര്യം, ധാരാളം കുറേ സമയം സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖും അതിലുള്ള സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ട് പിന്നെ ആ ഒരു കാര്യമൊന്നും നാം ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര വലിയൊരു ദുൽമാണ് നാം ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ അത് മുതലാക്കുക. ശബാബക ഖബ്ല ഹറമിക്, നിങ്ങളുടെ യൗവനം, അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഒഴിവ് സമയം, മരണം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് ഇത് നഷ്ടമാകുന്നതിന് മുമ്പേ നിങ്ങളത് മനസ്സിലാക്കി ജീവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പല ആളുകളും ഇതൊക്കെ
നഷ്ടപ്പെട്ടാലായിരിക്കും അതിനെ ചിന്തിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു തലവേദന പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ദിവസങ്ങളാണ്. ഒരു പ്രയാസമില്ല, നടക്കാൻ പ്രയാസമില്ല, കാലിന്റെ വില പറയാ, കാല് പോയാൽ ഇന്ന് നമ്മൾ സാധാരണ ആളുകൾ തന്നെ പറയാറുണ്ടല്ലേ, പക്ഷേ ആ രൂപത്തിലാകാൻ പാടില്ല. നബി പറഞ്ഞു, മൻ അഹബ്ബ അയ്യുസ്തജാബ ഫി ശദായിദ് ഔ കമാ ഖാൽ. പറയുകയാണ്, ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന സാഹചര്യത്തിൽ അവന് ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഫൽയുക്സിർ ദുആ ഇൻദ റഖാ, നല്ല കാലം അവന് സൗകര്യമുള്ള കാലത്ത് അവൻ എന്ത് ചെയ്യട്ടെ, അള്ളാഹുവിൽ ദുആ ചെയ്ത് മുന്നേറട്ടെ. ചില ആളുകൾ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അള്ളാഹുലേക്ക് ദുആ ചെയ്ത് മുന്നേറുക. അങ്ങനെ ആയിക്കൂടെ. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അള്ളാഹുലേക്ക് ദുആ ചെയ്ത് മുന്നേറുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും. ചില ആസാദുകൾ കാണാം, ഒരടിമ ദുആ ചെയ്യാണ്, റബ്ബി റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ സൗത്തുൻ നഅരിഫുഹു കസീറ, അതായത് ധാരാളം കേട്ടുപരിചയമുള്ള ശബ്ദമാണ് റബ്ബേ എന്ന് മലക്കുകൾ പറയാണ്. കാരണം എന്താണ്? അദ്ദേഹം ധാരാളമായി ദിക്ർ ചെയ്യുമായിരുന്നു, ധാരാളമായി അള്ളാഹുലേക്ക് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനൊരു ശബ്ദം അവിടെ മലഉൽ ആലയിൽ മലക്കുകൾക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അങ്ങനെ കേട്ടുപരിചയമുള്ള ശബ്ദമായി തീരണം നമ്മുടെ ശബ്ദം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദാക്കിരീങ്ങളായ അടിമകൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് സൂറത്തു അത്തകാസുർ, അൽഹാകുമുത് തകാസുർ. അതെ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ. കല്ലാ സൗഫ തഅലമുൻ, അങ്ങനെയല്ല. കല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാര്യം എന്ന ഒരു താക്കീദിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും ഇതിന്റെ ഗൗരവം. സുമ്മ കല്ല, അങ്ങനെയല്ല കാര്യം. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഖീനായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ പറഞ്ഞു വിശേഷണം പറയാണ്, നിങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലബഹിത്തും ഖലീൽ, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നു. കാരണം യഖീനായ അറിവ് ആർക്കുണ്ട്? വിശേഷമൊക്കെയുണ്ട്. അതെ, പരലോകം സംഭവിക്കും, അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ഈ ഒരു യഖീനായ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് സഹാബത്തൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇബാദത്തിലേക്ക് മുന്നേറുകയും നമുക്കിതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നില്ല? എന്താണ് കാരണം? അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹാബത്ത് പറയണ്ടായി. അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ധാരാളം നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടല്ല മുന്നേറിയത്. വലാകിൻ ശൈഉൻ വഖറ ഫിൽ ഖുലൂബ്, ഖൽബിലുണ്ടായ ചെറിയ കാര്യങ്ങളാണ്. അതെ, ഖൽബ് കൊണ്ട് അവർക്ക് അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാളെ അൽയൗമ അസ്ബിഖ് അബൂബക്കറിൻ, ഉമർ റളിയല്ലാഹു പറയാണ്, ഇന്ന് ഞാൻ അബൂബക്കറിനെ മുന്നിട്ട് ഞാൻ ഇറങ്ങും. അതെ, അബൂബക്കറിനെക്കാളും സദഖ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്തതാണ് വീട്ടിലുള്ള മുഴുവൻ കാര്യമാണ്. വീട്ടിലുള്ള മുഴുവൻ സമ്പത്തും എടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്ത്. എന്നാൽ അപ്പോൾ പോലും ഉമർ റളിയല്ലാഹുവിന്റെ വിഷയം നമ്മൾ ചിന്തിക്കണം. സഹാബത്തിന്റെ വിഷയം എന്താണ്? ഇത്രയും യഖീനുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് അവരുടെ കയ്യിലുള്ള എല്ലാം അവർ കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? ഇതൊന്നും ഒരിക്കലും ബാക്കിയാവൂല അള്ളാഹുവിലേക്ക്. അതാണ് ആദ്യം പറഞ്ഞ ഹദീസ്, ഇല്ലാമാ തസദ്ദഖത ഫഅംദൈത്, നീ അള്ളാഹുവിനെ മാർക്കത്ത് സദഖ ചെയ്തതല്ലാതെ നിനക്ക് എന്താണ് ബാക്കിയുള്ളത്? മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ്. നമ്മുടെ മക്കൾ പോലും കുറച്ചു കഴിഞ്ഞാല് അവർക്ക് വേണ്ടി ദുആ ചെയ്യും, നല്ല സാലിഹ്യങ്ങളായ മക്കളല്ലാതെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരും മക്കളെയും സാലിഹ്യങ്ങളായ മക്കളാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളെ പരലോകത്തേക്ക് വേണ്ടി എന്തൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ സാധിച്ചു എന്നൊരു കാര്യമൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് സൂറത്തു അത്തകാസുർ. കുറച്ച് ആയത്തുകൾ, ഇതാണ് ചെറിയ സൂറത്തിൽ പ്രത്യേകതയാണ്. കുറച്ച് ആയത്തുകളേ ഉള്ളൂ, പക്ഷെ കുറേ പാടാണ്. കുറച്ച് ആയത്താണെങ്കിലും കുറേ പാടാണ്. പല അശ്രദ്ധയും പല ഗഫ്ലത്തും ഈ ഒരു സൂറത്ത് നമ്മളെ ഉണർത്തുകയാണ്. അല്ലെ, എന്തൊക്കെ ഖബർ ശിക്ഷ, അതുപോലെ തന്നെ നരകം, സ്വർഗം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വിശേഷം പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസായിരിക്കും. എന്താണ്? ഒരാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ, 3 തവണ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ സ്വർഗം അവനോട് ഷഫാഅത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഷഫാഅത്ത് നൽകും. എന്ത്? അള്ളാഹു ഇവനെ സ്വർഗത്തിലാക്കണേ എന്ന് പറയും. നരകം അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അള്ളാഹുവെ ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നരകം പറയും. ഈ ഹദീസ് അറിയുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? എല്ലാ ദിവസവും അള്ളാഹുവിനോട് اللهم إني أسألك الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار. ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട്? പല ആളുകൾക്കും അറിയാം, അധികം ആളുകൾക്കും അറിയാം. പക്ഷെ എന്താണ് പ്രശ്നം? ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഈ അശ്രദ്ധ
നമുക്ക് ഇല്ലാതാകണമെങ്കിൽ നമുക്ക് ഇൽമുൽ യഖീനായ ഇൽമു വേണം. ആ യഖീനായ ഇൽമു വേണമെങ്കിൽ നമ്മൾ പഠിക്കണം അള്ളാഹുവിനെ കുറിച്ചിട്ട്, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക? അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നന്നായി പഠിക്കാൻ, അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച്, തഫ്സീറിനെ കുറിച്ച് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സൂറത്താണ് സൂറത്തുൽ അസ്റാണ്. അടുത്ത സൂറത്താണ് സൂറത്തുൽ അസ്ർ. ഒന്ന് പാരായണം ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സൂറത്തുൽ അസ്ർ വളരെ ചെറിയ സൂറത്താണെങ്കിലും അങ്ങേയറ്റം പാഠങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. ഇത്രത്തോളം അൽ-ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണ്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്ഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകൾക്ക് അവൻക്കെതിരെ ഹുജ്ജത്തായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് ഈ ഒരു സൂറത്ത് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അത് മതിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരലോകത്ത് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ, അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ ഈ ഒരു സൂറത്ത് മാത്രമേ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരു മറുപടിയും പറയാനില്ല. അതാണ് ഈ സൂറത്ത്. അപ്പൊ അത്രയും ഗൗരവപ്പെട്ട ഒരു സൂറത്താണ്. എന്താണ് ഈ സൂറത്ത്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൽ അസ്ർ. സഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, സഹാബത്ത് അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവര് പിരിയുമ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു? ഈ സൂറത്ത് പാരായണം ചെയ്തിട്ടായിരുന്നു പിരിയാറുണ്ടായിരുന്നു. കാരണം ഇതിന്റെ മഅന അത്രയും മഹത്തായ അർത്ഥമാണ് ഈ സൂറത്തിലുള്ള. ചെറിയ സൂറത്താണെങ്കിലും അതി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൽ അസ്ർ. അസ്ർ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിച്ച കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്യും. എന്നാൽ മനുഷ്യന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹുവാണ് സത്യം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ചില ആളുകൾ ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, ഇന്നയാളാണ് സത്യം എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്, അത് ചെറിയ ശിർക്കാണ്. അപ്പോൾ എന്താണ് നിശ്ചയം പഠിപ്പിക്കാണ്? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഖുർആനിൽ അവൻ ഉദ്ദേശിച്ച പടപ്പുകൾ കൊണ്ട് അവൻ സത്യം ചെയ്യും. ആ പടപ്പുകൾ എന്തായിരിക്കും? അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. ആ ഒരു അങ്ങേറ്റ മഹത്വമുള്ള കാര്യങ്ങളെ കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുക. എന്താണ് അസ്ർ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അസ്ർ എന്ന അതിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4ഓളം അർത്ഥങ്ങൾ കാണാം തഫ്സീറുകൾ. അതിലൊന്നാമത്തെ അർത്ഥമാണ് കാലം. കാലം തന്നെയാണ് സത്യം. അതെ അല്ലെ, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ, കാലം തന്നെയാണ് സത്യം. അതോ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്ന, ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന ഈ ഒരു കാലം, ആ ഒരു കാലത്തിന്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആ ഒരു കാലം കഴിഞ്ഞു പോയാൽ തിരിച്ചു വരാനില്ല. അപ്പോൾ അത്രയും ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. അത്രയും ഗൗരവമായ കാര്യം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ ഈ കാലത്തിന്റെ വിഷയം ചില ആളുകൾ കാലത്തെ പഴിവയുന്ന ആളുകളുണ്ടല്ലേ അല്ലെ, പ്രകൃതി ദുരന്തം മോശമായ, അങ്ങനെ മൊത്തമായി പ്രകൃതിയെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, യുഅ്ദീനി ഇബ്നു ആദമിന്റെ പുത്രൻ എന്നെ ഉപദ്രവിക്കുകയാണ്. യസുബ്ബു ദഹർ, അവൻ കാലത്തെ കുറ്റം പറയുന്നു. അനദ്ദഹർ, ഞാനാണ് കാലം. ഉഖല്ലിബുൽ ലൈല വന്നഹർ, ഞാനാകുന്നു രാത്രിയും രാവിലെയും മാറ്റി മറിക്കുന്നത്. അപ്പോൾ ഞാനാണ് കാലം എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ വിശദീകരണം തന്നെയാണ് തൊട്ടടുത്ത് പറഞ്ഞത്. ഞാനാണ് കാലം എന്നുള്ള ദഹർ എന്ന അല്ലാഹുവിന്റെ പേരല്ല, മറിച്ച് രാത്രിയും
പകലിനെയും മാറ്റിമറിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ കാലത്തെ മാറ്റിമറിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു വാക്കിന് തൊട്ട് പിറകെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ച് നൽകി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അർത്ഥം, കാലം എന്നതാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായ ഈ ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്തു പറയാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ ഒരു കാലം കഴിഞ്ഞു പോയാൽ പിന്നെ അത് നമുക്ക് വരാനില്ല. അപ്പോൾ അത്രയും ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ നമ്മൾ തഫ്സീർ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു പ്രാവശ്യം തഫ്സീർ പഠിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മളെ ഖൽബിൽ വരണം. നമ്മളിപ്പോൾ സൂറത്തുൽ തകാസുർ പഠിച്ച് അതിലറിയാത്തൊരു വാക്ക് നമുക്ക് ഉണ്ടായിക്കൂടാം. നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഈ ഒരു അർത്ഥം നമ്മൾ മനസ്സിൽ വരണം. അതേ അനുഗ്രഹങ്ങളുടെ വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഇത്രയും വലിയ അനുഗ്രഹം, അള്ളാഹുവിന് മുമ്പിൽ എനിക്ക് നിന്ന് നമസ്കരിക്കാൻ തൗഫീഖ് ഉണ്ട്. എന്റെ തൊട്ടടുത്തുള്ള ആളുകൾ കസാലയിൽ നിന്ന് നമസ്കരിക്കുന്നത്, നിന്ന് നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും വലിയ നിഅമത്തുകൾ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് എനിക്ക് ഈ രൂപത്തിൽ ഞാൻ ഏതൊക്കെ രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് മുന്നേറണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് മാറ്റം വരണം. അതെ, ഈ അസർ എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്താണ്? അൽ അസ്ർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ സമയം ഉണ്ടല്ലോ, അസർ എന്ന് പറഞ്ഞത് വഖ്തുൽ അസ്ർ, അസ്ർ നമസ്കാരം. കാരണം അസറിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹാഫിദു അല സ്വലവാതി വസ്സലാത്തുൽ വുസ്ത. അസ്റിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ നമസ്കാരം സൂക്ഷിക്കുക, സ്വലാത്തുൽ വുസ്തയും സൂക്ഷിക്കുക എന്ന് സൂറത്തുൽ ബഖറയിൽ പറയാണ്. സ്വലാത്തുൽ വുസ്ത എന്താണ്? സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അത് അസ്റാണ്. അസ്ർ നമസ്കാരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അസ്റിന്റെ വിഷയത്തിൽ ആളുകളൊക്കെ അശ്രദ്ധയിൽ പോകുന്ന സമയമാണ്. ആ സമയത്ത് ആളുകൾ അശ്രദ്ധയില്ല. അതുകൊണ്ടാണ് വിശേഷം പറഞ്ഞു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. രണ്ട് ബർദ്, അതായത് ഫജ്ർ നമസ്കാരവും അതുപോലെ തന്നെ അസ്ർ നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് വിശേഷം പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ വസിയത്തിന്റെ വിഷയം പറയുമ്പോൾ, വസിയത്ത് ഒരാൾ യാത്രക്കിടയിൽ രണ്ടാളുകളെ വസിയത്ത് ഏൽപ്പിച്ച് അങ്ങനെ ഒരാൾ മരണപ്പെടുകയാണ്, അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഒരു വിധിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തഹ്ബിസുനഹുമാ ബഅദ الصلاة മിൻ ബഅദി الصلاة ഫയഖ്സിമാന ബില്ലാഹ്. ആ നമസ്കാരത്തിന് ശേഷം അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ആ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യട്ടെ. ഒരു വിധി നിർണയത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി അസറിന്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി നിശ്ചയിച്ച സമയം. കാരണം അസറിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ആളുകൾ അശ്രദ്ധയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ, ഇന്ന് ജീവിക്കുന്ന മദീനയിൽ മുഹദ്ദിസായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം, ആ ഒരു സമയത്തുള്ള പാപം എന്നുള്ളത് ബാക്കിയുള്ള സമയത്തെക്കാളും ഗൗരവമാണ്. കാരണം ആളുകളൊന്നും പാപം ചെയ്യാത്ത സമയമാണ്, അള്ളാഹുലേക്ക് ദിക്ർ ചെയ്ത് മുന്നേറേണ്ട സമയമാണ്. ഈ സമയത്ത് പാപം ചെയ്യാന്നുള്ളത് അതിന്റെ ഗൗരവം കൂടുതലാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു സമയം എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ സമയത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമസ്കാരം പോലും വിലക്കപ്പെട്ട സമയമാണ്, അല്ലെ? ഒരാൾക്ക് അസ്ർ നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അസ്റിന് ശേഷമുള്ള സുന്നത്തായ മുത്ലഖായ സുന്നത്ത് നമസ്കാരം അവിടെ പാടില്ല. ഇനിയിപ്പോ ഒരാൾ കുറച്ച് വൈകിട്ടാണ് അസ്ർ നമസ്കരിക്കുന്നതെങ്കിലോ അതിന് മുമ്പ് നമുക്ക് എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം. ഒരാൾ വൈകിട്ടാണ് അവന് നിസ്കരിക്കുകയെങ്കിൽ അതിന് മുമ്പ് നമുക്ക് നമസ്കരിക്കാം. അതിന്റെ സമയമല്ല ഉദ്ദേശം. അസ്ർ നമസ്കാരത്തിന് ശേഷം അവൻ എന്ത് ചെയ്യാൻ പാടില്ല? മുത്ലഖായിട്ടുള്ള സുന്നത്തുകൾ അവൻ കൂടുതലായി നിർവഹിക്കാൻ പാടില്ല. ഈ സമയത്ത് അവൻ കൂടുതലായി ചെയ്യേണ്ട ഇബാദത്ത് എന്തൊക്കെയാണ്? അതെ, അള്ളാഹുലേക്ക് ദിക്ർ ചെയ്യുക, മസ്ജിദിൽ ഇരുന്ന് അള്ളാഹുൽ ഇബാദത്ത് ചെയ്യുക, അതാണ് അസ്കാറിന്റെ സമയമാണ്. അതുപോലെ തന്നെ മസ്ജിദിൽ കൂടുതൽ ചെലവഴിക്കേണ്ട സമയമാണ് ഈ ഒരു സമയം കൂടിയും. കാരണം എന്താണ്? വിശേഷം പറയുകയാണ്, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലൈഹി. ഹർജിന്റെ ഫിത്നയുടെ കാലത്തുള്ള ഇബാദത്ത് എന്നുള്ളത് അതെന്താണ്? അത് എന്നിലേക്ക് ഹിജ്റ ചെയ്ത് മടങ്ങുന്നതിന്റെ അത്രയും പ്രതിഫലമാണ്. അപ്പോൾ ആളുകളൊക്കെ അശ്രദ്ധയിൽ ഉണ്ടാകുന്ന ഫിത്നയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അശ്രദ്ധയിലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത കാലമാണ്. ഈ ഒരു കാലത്ത് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്ത് മടങ്ങുക എന്നുള്ളത് എന്താണ്? അതിന്റെ പ്രതിഫലം കൂടുതലാണ്. നമ്മൾ വഴിയോരത്തൂടെ നടക്കുമ്പോൾ, നമ്മളൊരു നാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മളൊന്ന് ആളുകളിലേക്ക് നോക്കുകയാണ്. ആളുകളൊന്നും അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമില്ലാത്ത ആളുകൾ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്ന് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നത്, നമ്മൾ മക്കയിലും മദീനയിലും പോയി ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് പറയുന്നതിനേക്കാളും അഫ്ദലായിരിക്കും. കാരണം എന്താണ്? ആളുകളൊന്നും അള്ളാഹുവിനെ ഓർക്കുന്നില്ല. അള്ളാഹുവിനെ ഓർക്കാനുള്ള തൗഫീക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രം നൽകിയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഇത്രയും, കാരണം ഫിത്നകളാണ്, നമുക്ക് അള്ളാഹുവിന് അശ്രദ്ധമായ ആളുകളാണ് പല ആളുകളും, പല ബിസിനസ്സിലും ദുനിയാവിലും അങ്ങനെയൊക്കെ മുഴുകിയിരിക്കുന്ന ആളുകൾ. ചില ആളുകൾ മാത്രം മസ്ജിദിൽ വന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ദർസുകളിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആ ഒരു കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബിഇദ്നില്ലാഹ് അങ്ങേയറ്റം പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തൊക്കെ ഇഖ്ലാസോടുകൂടി ഉള്ളതാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ
ഇഖ്ലാസോടുകൂടി ചെയ്ത ഇബാദത്തുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേറ്റം പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാലമാണ്, അതുപോലെ തന്നെ അസ്റിന്റെ സമയമാണ്, അതുപോലെ തന്നെ മറ്റു മുഫസ്സിറുകൾ പറഞ്ഞ വിശദീകരണമാണ് ഇഖ്സാമു ബിഉംരി അൽ ആദമി വ സമാനി, മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും അതും ഇവിടെ ഉദ്ദേശിക്കപ്പെടും. അതുപോലെ തന്നെ വഇഖ്സാം നാലാമത്തെ അർത്ഥമാണ് വഇഖ്സാം ബിഅസ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമാണ് ഇവിടെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആ ഒരു കാലഘട്ടമാണ് ഇവിടെ ഉദ്ദേശമെന്നും പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ഇനി അൽ അസ്ർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഇന്നൽ ഇൻസാന, തീർച്ചയായും ജനങ്ങളെല്ലാവരും, അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ കുല്ലു ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരും, ലഫീ തീർച്ചയായും, ഇവിടെ നമുക്ക് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അൽ ഇൻസാൻ എല്ലാ മനുഷ്യന്മാരും, ലഫീ അവിടെ വീണ്ടും പറയാണ്, ലാമു വന്നു, വീണ്ടും അവർ ഉറപ്പിച്ചിട്ടും ലഫീ ഖുസ്രിൻ, അവരെന്താണ്? നഷ്ടത്തിലാണ് അല്ലേ? നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നഷ്ടം എന്ന് പറഞ്ഞാല് നമ്മൾ കച്ചവടത്തിൽ ഇറങ്ങും, നമ്മൾ മുതൽ വെച്ചിട്ട് കച്ചവടം തുടങ്ങും, നമുക്ക് തിരിച്ച് ലാഭം കിട്ടാതെ കിട്ടിയ മുതൽ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്ക്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനുള്ള മുതലും സ്വർഗത്തിലേക്ക് എത്താനുള്ള മുതലും കാര്യങ്ങളൊക്കെ നൽകി, എങ്ങനെ ജീവിക്കണം ഇതൊക്കെ നൽകി. പക്ഷേ നമ്മൾ ആ ദുനിയാവിൽ നല്ല രൂപത്തിൽ ജീവിച്ചിട്ടില്ല, അള്ളാഹുവിന് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്തില്ല, അള്ളാഹുവിന് നല്ല രൂപത്തിൽ അനുസരിച്ചിട്ടില്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിയ പോലെ ഈ രൂപത്തിൽ ജീവിച്ച് മരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതാണ് ലഫീ ഖുസ്ർ. അത് മനുഷ്യന്മാരൊക്കെ എന്താണ്? നഷ്ടത്തിലാണ്. അപ്പോൾ കിട്ടിയ ലാഭവുമില്ല, മറിച്ച് എന്താണ്? അവന്റെ റഅസുൽ മാൽ, മുതലിനേക്കാളും താഴത്താണ്, നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലാണ്. ആരൊഴികെ? 4 വിഭാഗം ആളുകൾ ഒഴികെ, 4 വിശേഷണമുള്ള 4 വിഭാഗം ആളുകൾ ഒഴികെ. ആരൊക്കെയാണ്? ഇല്ലല്ലദീന ആമനു. ഇതൊക്കെ സത്യം പറഞ്ഞാല് സൂറത്തുൽ അസ്ർ എന്നുള്ളത് ഒരു മജ്ലിസ് മുഴുവനും വേണ്ടിവരും, അത്രയും വിശദീകരിക്കാനുണ്ട്. ഈമാൻ, അമലു സ്വാലിഹാത്ത്, തവാസി ബിൽ ഹഖ്, തവാസി ബിസ് സബ്ർ, 4 വിശേഷണമാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഈമാനുള്ള ആളുകൾ അവർ നഷ്ടത്തിലല്ല. രണ്ടാമത് പറയാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്ന ആളുകൾ. മൂന്നാമത് പറയാണ് തവാസി ബിൽ ഹഖ്, പരസ്പരം സത്യം ഉപദേശിക്കുന്ന ആളുകൾ. നാലാമത് പറയാണ് തവാസി ബിസ് സബ്ർ, ഉപദേശിച്ചാൽ മാത്രം പോരാ, പരസ്പരം സത്യം ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, സ്വാഭാവികമായിട്ടും സത്യത്തിന് ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, ആ പ്രയാസങ്ങളിൽ സബ്ർ വേണം അല്ലേ? തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾ മോശമായി പറയുകയാണ്, അപ്പോൾ സബ്ർ വേണം. ഇതൊക്കെ പരസ്പരം ഉപദേശിക്കുന്ന ഈ 4 സാഹചര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചിട്ടുണ്ട്, സൂറത്ത് തീനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആയത്ത്? മനുഷ്യന്മാരെ ഏറ്റവും മോശമായ അവസ്ഥയിൽ, അതായത് നരകക്കാരുടെ അവസ്ഥയിലേക്ക് മാറ്റി. ആരോഗ്യ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അപ്പോൾ ഈമാനും അമലു സാലിഹാത്തും ഇല്ലാത്ത ആളുകൾ ഒഴികെ, ഉള്ള ആളുകൾ ഒഴികെ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് എന്താണ്? പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ 4 വിശേഷണം പറഞ്ഞു, അവിടെ 2 വിശേഷണം പറഞ്ഞു. ഇതിന് രണ്ടിനും ജംഇ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഈമാനും അമലും സാലിഹാത്തും ഉള്ള ആളുകൾ അവരെന്താണ്? അവർ അൽ ഹലാഖു ബിൽ കുല്ലിയ, പൂർണ്ണമായും നശിക്കുക എന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ പൂർണ്ണമായും നശിക്കുക എന്നൊരവസ്ഥയിൽ രക്ഷപ്പെടണമെങ്കിൽ ഈമാനും അമലും സാലിഹാത്തും നിർബന്ധമായും വേണം. ഇനി ബാക്കിയുള്ള 2 വിശേഷണമാണ് എന്താണ്? ഈ നഷ്ടത്തിന്റെ ശരിയായ കുറവ്, നഷ്ടക്കാരിൽ പെടുന്ന ആ ഒരു കുറവ് എന്താണ്? അത് ഇതാണ്. ബാക്കിയുള്ള 2 വിശേഷണം കൂടിയും ഇല്ലെങ്കിൽ, മറിച്ച് ഈമാനും അമലു സാലിഹാത്തും ഇല്ലെങ്കിൽ, ഒരാൾ ഈമാനുമില്ല അമലു സാലിഹാത്തും ഇല്ലെങ്കിൽ അവന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇതിൽ ആദ്യം പറഞ്ഞത് ഈമാൻ. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. പണ്ഡിതന്മാർ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കാൻ കാണാം, ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നതാണ്, നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം മതിയോ? ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അല്ല. ഈ അൽ ഈമാൻ ഖൗലുൻ ബിൽ ലിസാൻ വഅ്തിഖാദുൻ ബിൽ ജനാൻ, ഖൽബ് കൊണ്ട് വിശ്വസിക്കണം. അതെ, പറയുന്ന കാര്യം ഖൽബ് കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അതെ, വഅമലുൻ ബിൽ അർക്കാൻ, അതെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയുമാണ്. അപ്പോൾ പറയണം, അതുപോലെ തന്നെ ഖൽബിൽ വിശ്വസിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. അത് ഈ ഈമാൻ എന്താണ്? കൂടും കുറയും ചെയ്യും. അതാണ് തസീദു ബി തഅത്തി റഹ്മാൻ, അല്ലാഹുവിനെ അനുസരിക്കുമ്പോൾ അത് കൂടും, വതൻഖുസു ബിമഅസിയതി അർറഹ്മാൻ, അല്ലാഹുവിനെ ധിക്കരിക്കുമ്പോൾ അത് കുറയും ചെയ്യും.
അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് എന്ത്? ഈമാൻ കൂടും, അത് കുറയും. ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈമാൻ കുറയുക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസം ഇവിടെ മനസ്സിലുണ്ടാകും. അപ്പൊ ഇതാണ് ഈമാൻ. ഈ ഒരു കാര്യം ഇനി ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുള്ള വിശ്വാസം, തൗഹീദ്. തൗഹീദ് ഇല്ലെങ്കിൽ ബാക്കി എന്ത് നന്നായിക്കൊണ്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക, ഈ ഒരു കാര്യം, ഇതാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഇബ്നു ജദആൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഖാന യുഖീദ് ബൈഫ്, ജാഹിലിയത്തിൽ ഇദ്ദേഹം എന്താണ് ആതിഥേയത്വം അങ്ങേയറ്റം നല്ല രൂപത്തിൽ ആളുകളൊക്കെ നോക്കും. വകാന യഫ്അൽ മിൻ ഖൈർ വൽ മഅറൂഫ്, നല്ല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ അകാന യൻഫഉഹു ദാലിക ഇൻദല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നബിയെ അദ്ദേഹത്തിന് ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യഖുൽ യൗമൻ മിന ദഹ്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുനിയാവിൽ ഒരിക്കൽ പോലും ഇദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ, തൗഹീദ് ഇല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തുകൊണ്ട് അവനക്ക് കാര്യമില്ല. ഒരാൾ നാട്ടുകാർക്കിടയിൽ അങ്ങേറ്റം നല്ല പേരാണ്, പക്ഷേ തൗഹീദ് ഇല്ല, അള്ളാഹുവിൽ മാത്രമല്ല അവന്റെ ഈമാനിൽ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ ദുനിയ വൽ ആഖിറ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക, ഓ നബിയെ ലഇൻ അശ്റക്ത, നബിയോട് പറയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ഓ നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകളൊക്കെ ബാത്തിലാവും, വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. ഈ ഒരു ഈമാൻ ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സൗഭാഗ്യം. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുക, നമ്മൾ ഭയപ്പെടണം, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം എന്ന് മനസ്സിലാക്കാൻ. നമ്മൾ പറയാണ് ഒരാളെ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ, പേടിക്കണം എന്ന് പറയുമ്പോൾ, നമുക്ക് ആ പേടിക്കപ്പെടേണ്ട ആളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇന്നൊരാളെ കുറിച്ച് പേടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മളെങ്ങനെ പേടിക്കാം? യഥാർത്ഥ രൂപത്തിൽ നമുക്ക് പേടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൽമു വേണം. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കണം എന്ന് പറയുന്നതാണ്. അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കാണ്ട്. ഖിയാമത്ത് നാൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ആയത്തുകളും ഹദീസുകളും എപ്പോഴും വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ ദർസുകൾ കേൾക്കുക. ഇന്നത്തെ സാഹചര്യം വല്ലാഹിൽ ഹംദ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഈ 2 ഇയർഫോൺ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രയിലാണെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്, എല്ലാം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വണ്ടിയിലാകട്ടെ, നമ്മളെവിടെ പോകുന്നതാകട്ടെ, നമ്മൾ ഇയർഫോൺ വെക്കുക, നമ്മൾ ദർസ് കേൾക്കുക. നമ്മൾ നല്ല അഹ്ലുസുന്നത്ത് ഉസ്താദ്മാര് അവരുടെ ദർസ് കേട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഖിയാമത്ത് പരലോകത്തെ കുറിച്ച് പറയുന്ന ദർസുകൾ നമ്മുടെ കൽബിന് ചില കാര്യങ്ങൾ കേട്ട് നമ്മളെ കൽബിന് മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് പരലോകത്തെ കുറിച്ച് പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ മാറ്റം ഉണ്ടാകും, ചിലപ്പോൾ മാതാപിതാക്കളുടെ വിഷയങ്ങൾ പറഞ്ഞാലായിരിക്കും, ചിലപ്പോൾ പല രൂപത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം കൽബിലേക്കൊന്ന് മാറ്റം വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ദർസുകൾ കേൾക്കുക. നമ്മളെ ഖബറിനെ കുറിച്ച് പറയുന്നതായിരിക്കും, നല്ല ഖുതുബകളായിരിക്കും. ഇതൊക്കെ നമ്മൾ ആദ്യം കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാറ്റം വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നേറാൻ ശ്രമിക്കാം. എന്താ ചെയ്യണത്, തീർക്കട്ടെ. ജസാക്കല്ലാഹു ഖൈർ. അപ്പോ ഈമാൻ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യമാണ് അമലുസ് സാലിഹാത്ത്. അപ്പോൾ ഒരാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ വഹാദാ യദുല്ലുനാ അലാ അന്നൽ അമലുസ് സാലിഹ് ശർത്തുൻ ലിസിഹ്ഹത്തിൽ ഈമാൻ. ഈമാൻ ശരിയാകണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, വഅമലുൻ ബിൽ അർക്കാൻ, അമൽ ചെയ്യണം, അല്ലേ? ഒരാൾ പറയാണ് എനിക്കെല്ലാം വിശ്വാസമുണ്ട് എന്നൊരാൾ പറഞ്ഞ അവിടെ ഇരുന്നാൽ മതിയോ? ഇല്ല. അവന്റെ അമൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ, അവന്റെ ഭാവത്തിലും രൂപത്തിലും, അതുപോലെ തന്നെ അവന്റെ അവയവങ്ങളിലൊക്കെ, അവന്റെ ഇബാദത്തിലൊക്കെ അത് പ്രതിഫലിക്കും, അല്ലേ? അതാണ് അവനെന്താണ്, ഒരാളുടെ ഈമാൻ ശരിയാണ് എന്നതിനുള്ള അതിന്റെ അറിയിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, നല്ല സൽക്കർമ്മം ചെയ്യാന്നുള്ളത്. ചില ആളുകൾ പറയൂ, താടിയൊക്കെ വടിച്ചുകൊണ്ട് പറയൂ, എന്റെ കൽബൊക്കെ നല്ലതാണ്, അള്ളാഹു കൽബിലേക്കാണ് നോക്കുക. അങ്ങനെയല്ല. അവന്റെ കൽബ് നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ രൂപവും അവന്റെ നടത്തവും എല്ലാ കാര്യങ്ങളും ശരിയാകും, അല്ലെ? ചില ആളുകൾ പറയും, ഇല്ല തോന്നിയ വാസമൊക്കെ ചെയ്തതിനു ശേഷം എന്റെ കൽബൊക്കെ അങ്ങേറ്റം നല്ലതാണ്, അള്ളാഹു കൽബിലേക്കാണ് നോക്കുക. അങ്ങനെ ഒരിക്കലും ശരിയാവില്ല. കാരണം കൽബ് ശരിയായാൽ നിശ്ചയം പറഞ്ഞ പോലെ ഇദാ സഹഹത് സഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദ അൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിശ്ചയം പറയാണ്, ഈ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാകും. അതാണ് കൽബ്. ഇനി മൂന്നാമതായി പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈമാൻ പറഞ്ഞു, അമലുസ് സാലിഹാത്ത് പറഞ്ഞു. മൂന്നാമത് പറയണം വതവാസി ബിൽ ഹഖ്. ചില ആളുകൾ
തവാസി ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം വസിയത്ത് നൽകുക. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് പറയാം. പ്രധാനപ്പെട്ട അൽ അംറു അൽ മുഅക്കദ് എന്ന് പറയും. പ്രധാനപ്പെട്ട കാര്യത്തിനാണ് വസിയത്ത് എന്ന് പറയാം അല്ലേ? ഇപ്പോൾ മരണപ്പെടാൻ പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളില്ലാത്ത ആളുകൾക്കാണ് വസിയത്ത് സംഭവിക്കുക. ഇപ്പോ മക്കൾക്ക് അനന്തരാവകാശികൾക്ക് മക്കൾ വസിയത്ത് ചെയ്യാൻ പറ്റൂല, ബാക്കിയുള്ള ആളുകൾക്കാണ് വസിയത്ത് ചെയ്യാൻ പറ്റാൻ. അപ്പോ അതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇതെന്താണ്? വസിയത്താണ്. തവാസി, വസിയത്ത് നൽകുക. വസിയത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശിക്കുക, പരസ്പരം ഉപദേശിക്കുക. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. തവാസി ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഈ പരസ്പര ഉപദേശം എന്നുള്ള കാര്യം ഇത് നമ്മൾ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ജൂതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوا. ജൂതന്മാർ ചെയ്ത പണി എന്താ? ജൂതന്മാർ ചെയ്ത പണി കാരണത്താൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു. അവർ ജൂതന്മാർ ചെയ്ത പണി എന്താ? كانوا لا يتناهون عن منكر فعلوا. അവരുടെ മുമ്പിൽ ഒരാൾ തിന്മ ചെയ്യുന്ന കണ്ടാൽ അവരെ എതിർക്കില്ല. ഈ ഒരു കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ ശപിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരാളെ കണ്ടാൽ, തെറ്റ് കണ്ടാൽ കൈപിടിച്ച് നിർത്താം അല്ലേ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമ്മളെ കൊണ്ട് അത് പറ്റൂലെങ്കിൽ നിശ്ചയം പറഞ്ഞു, മുൻകറൻ കൈ കൊണ്ട് തടുക്കട്ടെ. അവനെന്ത് ചെയ്യട്ടെ? സാധിച്ചില്ലെങ്കിൽ നാവുകൊണ്ട്. അതും പറ്റിയിട്ടില്ലെങ്കിൽ അല്ലേ, നാട്ടിൽ പോകുന്ന തെമ്മാടിയോട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല, എന്റെ കൽബിൽ ഒരു വെറുപ്പുണ്ടാകട്ടെ. ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും കുറഞ്ഞൊരു കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാം. അതാണ് തവാസി ബിൽ ഹഖ്, സത്യം കൊണ്ട് എന്ത് ചെയ്യണം? പരസ്പരം ഉപദേശിക്കണം. ഇവിടെ മുഫസ്സിരീങ്ങൾ ഹഖ് എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ പല രൂപത്തിലും പറഞ്ഞതായി കാണാം. ഒന്ന് ഖുർആനാണ്, ഖുർആൻ കൊണ്ട് ഉപദേശിക്കാം. ഏതൊക്കെ രൂപത്തിൽ? നമ്മൾ പരസ്പരം നമ്മളെ കൂട്ടുകാരെ കണ്ടേ പറയാം, സാധാരണ ഓതാറുണ്ടായ ഒരു ജിസ് ഇന്ന് ഓതിനോ അല്ലെങ്കിൽ വിട്ടുപോയോ? നമ്മളൊക്കെ ആ ഒരു ബന്ധം നമ്മളെ കൂട്ടുകാരായിട്ട് നമുക്ക് ഉണ്ടാകണം. നമ്മളെ പരസ്പര സഹോദരങ്ങളോട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരോട് പറയാം, എങ്ങനെയുണ്ട് ഇന്നലെ ഈ രൂപത്തിന് എപ്പോഴും മുറാജ ചെയ്യാറുണ്ടായിരുന്ന ഭാഗം എങ്ങനെ സാധിച്ചോ, ഇന്ന് മുറാജ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ മുഫസ്സിരീങ്ങൾ പറയുകയാണ്. അപ്പോൾ ഖുർആന്റെ തഫ്സീർ പഠിക്കുന്ന, നിരന്തരം തഫ്സീർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ അവനോട് പറയാ, എന്താണ് ആ ഭാഗം തഫ്സീർ പഠിച്ച് കേട്ടു കഴിഞ്ഞോ, എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ പരസ്പരം ഉണർത്താം. പറ്റിയിട്ടില്ല, ഇന്നലെ ഖുർആൻ ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സാധാരണ ഒരു ജുസ് ഓതുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒരു ജുസ് ഓതി പാരായണം ചെയ്ത് തീർക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. നിശ്ചയം പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയ്യുഹൽ മുസ്ലിമൂൻ അഅരിബു അൽ ഖുർആൻ, നിങ്ങൾ ഖുർആന്റെ അർത്ഥം പഠിക്കുക. ഖുർആന്റെ അർത്ഥം നല്ല രൂപത്തിൽ അത് തജ്വീദോടുകൂടി പാരായണം ചെയ്ത് അതിനർത്ഥം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല രൂപത്തിൽ തജ്വീദോടുകൂടി പാരായണം ചെയ്ത് പഠിക്കുന്നതൊക്കെയാണ്. അതാണ് ഇറാബുൽ ഖുർആൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ എന്താണ് തവാസി ബിൽ ഹഖ് എന്നുള്ളത്? ഹഖ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഖുർആന്റെ വിഷയത്തിലുള്ള പരസ്പര ഉപദേശം. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം, ഹഖ് എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, തൗഹീദാണ്. അതെ, പരസ്പരം തൗഹീദിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യാം? നിങ്ങളെ ഉപദേശിക്കാം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അല്ലേ? നിശ്ചയം പറഞ്ഞത് അലിമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കൗൽ നമ്മൾ പറഞ്ഞു, അതെ, പടപ്പുകൾക്ക് അവർക്ക് തെളിവായിക്കൊണ്ട് ഈ ഒരു ആയത്ത് മാത്രമേ, ഈ ഒരു സൂറത്ത് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ അത് മതിയാവുന്നതാണ്. അപ്പോൾ ഈ സൂറത്തിൽ എന്താണ്? തൗഹീദ് ഉണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിലെ വിഷയമൊക്കെ ഈ അൽ ഹഖ് എന്ന് പറയുന്നതിൽ വരും. ഇനി അടുത്ത ഭാഗം എന്താണ്? ഇല്ലല്ലദീന ആമനു, ഈമാന്, അമലുസ് സാലിഹാത്ത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, പരസ്പരം സബർ കൊണ്ടും അല്ലേ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, പരസ്പരം നന്മ ഉപദേശിച്ച് തിന്മ വിലക്കി ജീവിക്കുന്ന ആളുകൾ പൂമാലിട്ട് സ്വീകരിക്കാൻ പോകുന്നില്ല. ആളുകൾ ചിലപ്പോൾ പ്രയാസപ്പെടുത്തും അല്ലേ? ഇത്രയും കാലം അൽ അമീൻ എന്ന് വിളിച്ച മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആളുകൾ എന്ത് വിളിക്കുകയാണ്? സാഹിറെന്നും കാഹിനെന്നും അല്ലേ, ജോത്സ്യനെന്നും എന്നൊക്കെ രൂപത്തിൽ പല രൂപത്തിലും പേരിട്ട് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. അപ്പോഴൊക്കെ എന്ത് വേണം? സബർ ഉണ്ടാകണം. ആളുകളൊക്കെ എന്ത് പറഞ്ഞാലും ഈമാനോടുകൂടിയാണോ, തൗഹീദിന് വേണ്ടിയാണോ, ദീനിന് വേണ്ടിയാണോ ഞാൻ സംസാരിച്ചത്, എന്റെ നാവ് ഹക്കാണോ പറയുന്നതെങ്കിൽ ഞാൻ ക്ഷമിക്കുക തന്നെ വേണം. ആളുകളൊക്കെ പ്രയാസപ്പെടുത്തിയാലും അപ്പോൾ അവനെന്തുണ്ടാവും? സബർ വേണം. സബർ പല രൂപത്തിലാണ്. ഒന്ന്, നമ്മളെ ഖദറിൽ നമുക്ക്, നമ്മുടെ ദുനിയാവിൽ നമുക്ക് പ്രയാസം ഉണ്ടായാലുള്ള ക്ഷമ, അതുപോലെ തന്നെ ഇബാദത്തിൽ മുന്നേറാനുള്ള ക്ഷമ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ദർസിൽ വന്ന് പങ്കെടുക്കാൻ, നമസ്കരിക്കാൻ, ജമാഅത്തോട് നിർവഹിക്കാൻ, ഇതൊക്കെ എന്ത് വേണം? ക്ഷമ വേണം. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ വിട്ടു നിൽക്കാനും ക്ഷമ വേണം.
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ക്ഷമ? ഹറാമിൽ നിന്ന് വിട്ടുവെക്കാനാണോ അല്ലെങ്കിൽ സൽക്കർമ്മത്തിൽ മുന്നേറാനാണോ? ചില അധിക പണ്ഡിതന്മാർ പറയുന്നതായി കാണാം സൽക്കർമ്മത്തിൽ മുന്നേറാനാണ്. കാരണം ഹറാമിൽ നിന്ന് വിട്ടുവെക്കാന്നുള്ള എന്താണ്? നിർബന്ധമാണ്. ഓരോ ആളുകൾക്കും ഏറ്റവും വ്യത്യാസമില്ലാതെ എല്ലാവരും നിർബന്ധമാണ്. പക്ഷെ സൽക്കർമ്മത്തിൽ മുന്നേറാന്നുള്ള എന്താണ്? കുറച്ചും കൂടി ഈമാനും ഈ പറഞ്ഞ യഖീനും അള്ളാഹുവിനെ കുറിച്ച് ദൃഢ നിശ്ചയം അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധവുമുള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് സൂറത്തുൽ അസ്ർ. നമ്മൾ ഇത് ശരിക്കും ഇത്ര പെട്ടെന്ന് എടുക്കേണ്ട സൂറത്തല്ല, വളരെ പ്രധാനപ്പെട്ട ഇതുകൊണ്ടായിരുന്നു സഹാബത്ത് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അവർ പരസ്പരം ഉപദേശിക്കുന്ന സൂറത്ത് എന്താണ്? സൂറത്തു അൽ അസ്ർ ആയിരുന്നു. ഇത്രയും ആളുകൾ നഷ്ടത്തിലാണ്. ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ദുനിയാവിലേക്ക് ലഭിക്കേണ്ട അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട അള്ളാഹുവിന്റെ കലാമിന്റെ അർത്ഥം പോലും അറിയാതെ മരിക്കുകയാണ് അല്ലെ? അള്ളാഹുവിന്റെ സംസാരത്തിന്റെ അർത്ഥം പോലും അറിയാതെ മരിക്കുകയാണ്. അള്ളാഹു ഒരു പ്രാവശ്യം പോലും ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്ത് തീർത്തിട്ടില്ല. ആ രൂപത്തിലൊക്കെയാണ് അവസ്ഥയെങ്കിൽ അവൻ നഷ്ടത്തിലാണ്. ഇതാണ് സൂറത്തു അൽ അസ്ർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം താക്കീത് ചെയ്യുകയാണ് ഈ ഒരു നഷ്ടക്കാരിൽ പെടാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തഫ്സീർ പഠിക്കാന്നുള്ളത്, ഓരോ ആയത്തുകളും തഫ്സീർ പഠിക്കാന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. നമ്മൾ ഖുർആനിലേക്ക് നമുക്കൊരു ബന്ധം വരും. കാരണം അള്ളാഹു സുബ്ഹാനഹു നമ്മളെ പടച്ചു, നമ്മൾ ദുനിയാവിൽ വെറുതെ വിട്ടേച്ചിട്ടില്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, ഏതൊക്കെ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതിലാണ് പറഞ്ഞത്? ഖുർആനിലാണ്. അതൊക്കെ സുന്നത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റിവെച്ച് ബാക്കിയുള്ള ഇൽമിന്റെ പിറകിൽ പോകുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൂടാ. നമ്മൾ വില കൊടുക്കണം. ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് എത്രത്തോളം എന്നാൽ 40 ദിവസം ഒരാൾക്ക് ഖുർആൻ ഒരു ഖത്തം തീർക്കാതെ പോകുക എന്നുള്ളത് അധിക സലഫുകളും വെറുത്തിരുന്നൊരു കാര്യമാണ്. 40 ദിവസം നമ്മൾക്ക് കടന്നു പോകാൻ പാടില്ല ഖുർആൻ തഫ്സീർ ഖുർആന്റെ ഒരു പ്രാവശ്യം എങ്കിലും പാരായണം ചെയ്ത് തീർക്കാതെ. അപ്പോ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പാരായണത്തിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദിന്റെ അടുക്കൽ വന്ന് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം നമ്മൾ ആയുസ് എന്നുള്ളത് വളരെ കുറച്ചാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും, നമ്മൾ മയ്യിത്താവും. ആളുകൾ നമുക്ക് വേണ്ടി ജനാസ നിസ്കരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരസ്പരം പറയും. പക്ഷെ ഇതൊന്നും ഇൻസാനി ഇല്ലാ പരലോകത്ത് നമുക്ക് കൂടുതൽ ഉപകരിക്കാൻ എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയത് മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ദുനിയാവിൽ നമ്മളിപ്പോ ഉണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, അവനുണ്ട്, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് നമ്മൾ നല്ല രൂപത്തിൽ പഠിക്കാൻ ഇറങ്ങുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് ചോദിക്കും. അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നതാണ്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഒക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلى وأعلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على نبينا محمد وعلى آله وصحبه أجمعين.